അപ്പൊ നമ്മളുടെ ഈ റോഡും ഹൈവേയും 6 വരി പാത പൂർത്തിയായി കഴിയുമ്പോൾ ചില വാഹനങ്ങളെ നിയന്ത്രിക്കണം, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ എന്ന ഒരു അഭിപ്രായം ഉണ്ടാവുകയും അതിനുള്ള ചില ബോർഡുകൾ പലയിടത്ത് സ്ഥാപിച്ചു തുടങ്ങുകയും ചെയ്തപ്പോൾ അത് വേണം നമ്മുടെ നാട്ടിലെ വളരെ പ്രമുഖമായ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. നീയാണോ? അതെ, ഞാനാണ്. നിരോധിച്ചിരുന്ന ഇതൊക്കെയാണ്: JCB, ട്രാക്ടർ, ഓട്ടോറിക്ഷ, ബൈക്ക്. ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ വണ്ടിയൊക്കെ എല്ലാം ഈ ഹൈവേ കൂടെ പോകാൻ അനുമതി കൊടുക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. സാർ, ഇവൻ ഒരു മണ്ടൻ. ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. ഇങ്ങനെയല്ല നമ്മൾ ജനകീയനാവേണ്ടത്. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ ടെക്നോളജിയെ അവഗണിച്ചുകൊണ്ടും അതിനെ മറികടന്നുകൊണ്ടും അല്ല നമ്മൾ ജനകീയരാവേണ്ടത്. സാരമില്ല, വിവരക്കേട് ഒരു കുറ്റമല്ല. നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാര് കാണിക്കണം. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. എന്തുകൊണ്ടാണ് ട്രാക്ടറും JCBയും ഈ റോഡിൽ അനുവദിക്കാത്തത്? അതൊന്നും എനിക്കറിയാൻ മേല. എത്രയോ 1000 കോടി രൂപ മുടക്കി ഇങ്ങനെ ഒരു അതിവേഗ പാത ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം എന്താണ്? അതിവേഗത്തിൽ പോകേണ്ടവർക്ക് അതിവേഗത്തിൽ എത്താൻ വേണ്ടിയാണ്. ഒരു കയ്യബദ്ധം. ജനാധിപത്യത്തിലെ ജനകീയത ഉറപ്പുവരുത്താൻ വേണ്ടി ഏത് ഡൈല്യൂഷനും നമ്മൾ മുതിരുമ്പോ തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ഒരു സംശയവും വേണ്ട. 6 വരിയല്ല 16 വരി പാത ഉണ്ടാക്കിയാലും അവിടെ മനസ്സും അടുത്തിട്ട് നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഈ നാട് വിട്ടുപോയിക്കൊണ്ടേയിരിക്കും. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞു.